അപ്പൊ അതിന് ആദ്യം തന്നെ നമുക്ക് KFC എന്താന്ന് പറയണം. KFC എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ ആകെ കൂടി കണ്ട് കെൻഡക്കി ഫ്രൈഡ് ചിക്കനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ്. അതായത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് എന്താണെന്ന് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ KFC എന്ന് പറയുന്ന ആ ഒരു വിഷയം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും ചാനൽസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫൈനാൻഷ്യൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മൊത്തത്തിൽ നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ഇനീഷ്യേറ്റീവ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരിക്കലും വേസ്റ്റ് ആവില്ല. കേരളത്തിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളമുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതിൽ ഉൾപ്പെടുന്ന പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്യപ്പെടുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെൽക്കം ടു ദിസ് വീഡിയോ. ദിസ് ഈസ് ഇഷാം കപ്പൽ, യുവർ ഫിനാൻഷ്യൽ ബ്രദർ. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് KFC എന്താണെന്നും അതുപോലെ തന്നെ KFCയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് KFCയിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ട് ഇരിക്കുന്നത്, KFCയുടെ ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെയാണ്, അതിന്റെ പാറ്റേൺ, അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ എന്താണ്. സോ ഇതെല്ലാം ഒറ്റ ക്യാൻവാസിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ കോർപ്പറേഷനെ കുറിച്ചിട്ട് ഇതുവരെ ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ്. സോ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത് 1953-ലാണ്. ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നായിരുന്നു പേര് നൽകിയത്. കേരളത്തിന്റെ ഡെവലപ്മെന്റ് ഉന്നമനം വെച്ചുകൊണ്ട് മാത്രം തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അത് പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് പൈസ മേടിക്കുന്ന ഒരു സ്ഥാപനമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഗവൺമെന്റ് ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള 99% കേരള ഗവൺമെന്റ് ഓണർഷിപ്പും അതുപോലെ തന്നെ ബാക്കി വരുന്ന ചെറിയ പെർസെന്റേജുകൾ 0.50, 0.9% SBIക്ക് ഉണ്ട്. അതുപോലെ തന്നെ 0.05% നമ്മുടെ LICക്ക് ഉണ്ട്. അതുപോലെ തന്നെ സിഡ്ബി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡ് ആയിട്ടുള്ള ആ ഒരു വിഭാഗത്തിനും ഇതിലേക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. സോ അങ്ങനെ ഒരു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർക്ക് മാത്രം ഷെയർ ഹോൾഡിംഗ് ഉള്ള ഈ ഒരു കമ്പനിയായി കോർപ്പറേഷനായി രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനത്തിന് രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ SMEകളായിട്ടുള്ള സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ചെറിയ താൽക്കാലിക ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും KFCയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ ഈ KFC ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനി ഏതാണെന്ന് നോക്കാം. റിലയൻസ് കമ്പനിയാണ്. അപ്പൊ റിലയൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് രാജ്യത്തെ എല്ലാം റിലയൻസിന്റെ അണ്ടറിൽ ഒരുപാട് കമ്പനികളുണ്ട്. ജിയോ റിലയൻസ് ആണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസിന്റേതാണ്, അതുപോലെ തന്നെ ജിയോ ഫിനാൻസ് റിലയൻസിന്റേതാണ്. ഇങ്ങനെ ഒരുപാട് കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് ഓണേഴ്സ് ഉണ്ട് റിലയൻസിന് എന്നുള്ളത് നമുക്കറിയാലോ. റിലയൻസ് എന്ന് പറയുന്നത് റിലയൻസിന്റെ സ്പ്ലിറ്റിങ്ങിന് ശേഷം മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ആയിട്ടുള്ള രണ്ട് സൺസിന്റെ കീഴിലാണ്. സോ ഇവിടെ റിലയൻസിലെ ഗ്രൂപ്പിന്റെ അനിൽ അംബാനിയുടെ കമ്പനികളായിട്ടുള്ള പല കമ്പനികളും മുങ്ങാൻ പോവുകയാണെന്നും അതിൽ പല പ്രശ്നങ്ങളും, ലിക്വിഡേഷൻ ഇഷ്യൂസും, അവർക്ക് കുറെ ഡെപ്റ്റ് റിക്കവറി ഇഷ്യൂസും, അതുപോലെ തന്നെ ഒരുപാട് ബാങ്ക്സിന് അവർ ഡെപ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ആയിട്ട് നമ്മൾ പലതരം വാർത്തകൾ പല കാലഘട്ടങ്ങളായി കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു വാർത്തയാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. കാരണം റിലയൻസ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കുകയും ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ഫിനാൻസ് കമ്പനിയുടെ വളരെ നോർമൽ ആയിട്ടുള്ള, വളരെ ക്രെഡിറ്റ് റേറ്റിംഗ് തീരെ ഇല്ലാത്ത കെയർ എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ വളരെ ഡീഗ്രേഡിംഗ് ആയിട്ട് റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോണ്ടിലേക്ക് നമ്മുടെ KFC 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചിട്ടുള്ളത്? 8.9% ഇൻട്രസ്റ്റ് റേറ്റിലേക്കാണ് ഇവര് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം KFC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആണ് ലോ. ഞാൻ പറഞ്ഞു KFC എന്ന് പറയുന്നത് ധനകാര്യ സ്ഥാപനമാണ്. അവർ മറ്റ് ചെറിയ കമ്പനികൾക്കോ അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങൾക്കോ ലോൺ കൊടുക്കുന്നതാണ് അവരുടെ പ്രവർത്തനം. അപ്പൊ അവരുടെ എക്സസ് ഫണ്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100 കോടി രൂപ അധികമായിരിക്കുന്ന ഒരു ഫണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല എന്നല്ല, പക്ഷെ അധികാരം ഉണ്ടെങ്കിൽ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു KFCയുടെ ബൈലോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് RBIയിലേക്കോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള ബാങ്കുകളിൽ FD ഇടാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അല്ലാതെ വേറൊരു കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി വന്നു അതിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊടുക്കാനോ ഒന്നും പാടില്ല. അതായത് അത്രയും സെക്യൂർഡ് ആവണം അവിടുത്തെ ഫണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഇരിക്കുക, അതൊന്നും പാലിക്കാതെ
ഇങ്ങനെ വളരെ റീസെന്റ് ഒരുപാട് ഇഷ്യൂസ് ഉള്ള, അതുപോലെ തന്നെ വളരെ സാമ്പത്തികമായിട്ട് തീരെ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയും, അങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുകയും ആ ബോണ്ടിലേക്ക് 100 കോടി രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ, 100 കോടി രൂപ അല്ല ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മൾ അവിടെ കൃത്യമായും മനസ്സിലാക്കണം, 60 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ 100 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം 60 കോടി രൂപ നമ്മൾ SBI ഫെഡറൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് ആണ് ഉണ്ടായിരുന്നത്. അതായത് KFCയുടെ ഫെഡറൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 60 കോടി രൂപ എടുത്തുകൊണ്ടാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് RFCL എന്ന് പറയുന്ന റിലയൻസ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് കൊടുത്തത്. അങ്ങനെ ഈ 60 കോടി രൂപ എടുക്കുമ്പോൾ ഫെഡറൽ ബാങ്കുമായിട്ട് ഒരു കരാർ ഉണ്ടായിരുന്നു, ഇത് അടുത്ത 3 വർഷത്തേക്ക് എടുക്കരുത് എന്നുള്ളത്. സോ അങ്ങനെ ആ കരാർ അവർ പാലിക്കാത്തോണ്ട് 20 ലക്ഷം രൂപ അവിടെ തന്നെ നഷ്ടപ്പെട്ടു. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫണ്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ FD പൊട്ടിക്കുമല്ലോ, അതുപോലെ തന്നെ അത് എടുത്തുകൊണ്ട് ഇവരെന്ത് ചെയ്തു, RFCL കൊടുത്തു. RFCL കൊടുത്തത് 8.9% ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ ഫെഡറൽ ബാങ്ക് ഇതുവരെ KFCക്ക് കൊടുത്തിരുന്നത് എത്രയാണെന്ന് മനസ്സിലാക്കണം, 8.62. അതായത് വെറും 0.29% വേണ്ടിയിട്ട് വലിയൊരു FD പൊട്ടിക്കുകയും അതെടുത്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത, ഒരു ക്രെഡിറ്റ് റേറ്റിംഗും ഇല്ലാത്ത ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് കിട്ടാൻ വിചാരിച്ചിരുന്ന റേറ്റിനെ നമ്മൾ അവിടെ ഒരു ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ബോണ്ടിൽ അവർ വിശദമായി എഴുതിയിട്ടുണ്ട് ഈ പൈസ പോവാനും ചാൻസ് ഉണ്ട് എന്നുള്ളത്. ആ കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ബോണ്ട് ഇഷ്യൂ ചെയ്തത്. ആ കമ്പനി അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു ബോണ്ടിലേക്ക് ഇവർ ഈ 60 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ 60 കോടി രൂപ 2017 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ലോൺ ആയിട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് ആയിട്ട് കിട്ടേണ്ട തുകയാണ് 102 കോടി രൂപ എന്നുള്ളത്. സോ ആ 102 കോടി രൂപ നമുക്ക് കിട്ടുന്നിടത്ത് നമ്മുടെ ഫണ്ട് നമുക്ക് ആകെ കൂടി തിരിച്ചു കിട്ടിയിട്ടുള്ളത് 7 കോടി രൂപയാണെന്നുള്ളതാണ്. അതായത് ഇതുവരെ ഇപ്പോ RFCL ലിക്വിഡേറ്റ് ചെയ്തു, അങ്ങനെ ഒരു കമ്പനി ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. സോ അങ്ങനെ ഒരു കമ്പനി ഇതുവരെ കൊടുത്തിട്ടുള്ളത് 7 കോടി രൂപയാണ്. അപ്പൊ വെറും 102 കോടി രൂപ ആവേണ്ട കേരള ജനതയുടെ പൈസ ഇന്ന് വെറും 7 കോടി രൂപ ആയിക്കൊണ്ട് അതിനെ നാമാവശേഷം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് KFCയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു വാർത്തയും അതുപോലെ തന്നെ ഈ ഒരു അവരുടെ പ്രവർത്തനവും എങ്ങനെയുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വിലയിരുത്താനായിട്ട് നിങ്ങൾക്ക് പല പത്രങ്ങളും, ഞാനിവിടെ റെഫർ ചെയ്ത പത്രങ്ങൾ പറയാം. ദ ഹിന്ദുവിലെ പല ഓൺലൈൻ വാർത്തകളാണ് ഞാൻ ഒന്ന് റെഫർ ചെയ്തത്, അതുപോലെ തന്നെ മാധ്യമ പത്രത്തിലെ വാർത്തകളാണ് ഞാൻ റെഫർ ചെയ്തത്. സോ നിങ്ങൾ ആരെങ്കിലും ഇതല്ലാത്ത വാർത്തകൾ റെഫർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സോ ജസ്റ്റ് കമന്റ് ബിലോ.